നമസ്കാരം, എൻ്റെ പേര് എബിൻ സേവ്യർ. നമ്മുടെ മലയാളി പോഡ്കാസ്റ്റിൽ കുറേയധികം പോഡ്കാസ്റ്റിനെ പറ്റിയുള്ള സംസാരങ്ങളും അതേപോലെ കുറേയധികം വിശേഷങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഇന്ന് ഒരു ടോപ്പിക്ക് എനിക്ക് പറയണമെന്നുണ്ട്. ഇത് ഈ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു വൈറ്റലായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ ജനറേഷനും അതേപോലെ പഴയ ജനറേഷനും അല്ലെങ്കിൽ ഈ ഒരു സമൂഹം അറിയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കുറച്ചധികം വിഷയങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം എനിക്ക് പേഴ്സണലി കുറേയധികം കൂട്ടുകാരിൽ കുറേയധികം ആൾക്കാരിൽ ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയതും ഇപ്പോൾ 2025 തുടങ്ങിയതിന് ശേഷം കേട്ട് നമ്മുടെ ചെവി മരവിക്കുന്നതും മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയും ഹൃദയവും എല്ലാം നിറച്ചു പോകുന്നതുമായ കുറേയധികം കാര്യങ്ങൾ കേൾക്കുന്ന ഒരു കോമൺ ഫാക്ടർ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഡ്രഗ്സ്. ഈ പറയുന്ന പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ജനറേഷനില്ല, മൊത്തമായിട്ട് ഞാൻ പറയാം, ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ്, എന്തിനാണ്, എന്തുകൊണ്ടാണ് എന്ന് പോലും മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് പോയി കഴിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്യുന്ന, അതിൻ്റെ കുറെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്ന കുറേയധികം കൂട്ടുകാരും കുറേയധികം മനുഷ്യരും ഇപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ ഉണ്ട്. സോ ഈ ഒരു പോഡ്കാസ്റ്റ് അതിനെ ബേസ് ചെയ്തതാണ്. സേ നോ ടു ഡ്രഗ്സ്, സേവ് new generation, save people. This is Yabin Savior. Welcome back to Malayali Podcast. (2025) സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, ഈ ഒരു കൊല്ലം നല്ലൊരു ഇയർ ആയിരിക്കും. ഞാൻ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വ്യക്തികളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ 2025. അല്ലെങ്കിൽ ഓരോ കൊല്ലവും നന്നാവണം അല്ലെങ്കിൽ നന്നാക്കണം, കുറേയധികം ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തണം, കുറേയധികം കാര്യം അച്ചീവ് ചെയ്യണം, കുറേയധികം ഗോൾസ് സെറ്റ് ചെയ്യണം. പക്ഷേ 2025 സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് നമ്മുടെ കേരളത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിനെ നടുക്കുന്ന അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ? കോമഡിയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, എന്താ നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ ഇറ്റ്സ് എ ഫാക്ട്. നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ ഓരോ വ്യക്തികളും കറക്റ്റായിട്ട് മനസ്സുകൊണ്ട് ഇരുത്തി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, എന്താ നമുക്ക് പറ്റുന്നത്. ഈ ഒരു 2025 സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കേസുകൾ, അമ്മേനെ കുത്തിക്കൊല്ലുന്ന മകൻ, മീൻ കറി കിട്ടിയില്ല, ചിക്കൻ കറി കിട്ടിയില്ല, ചിക്കൻ പീസ് കിട്ടിയില്ല, കറിയുടെ പേരിൽ കൊല്ലുന്നു, കള്ളുകുടിച്ച് ഒച്ച ഉണ്ടാക്കി എന്ന് പറഞ്ഞതിന് കുടുംബത്തെ മൊത്തം വെട്ടിക്കൊന്ന് വണ്ടിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. ഇതൊക്കെ ഒരു ഹീറോയിസം ആണോ? അല്ല മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. നമുക്ക് ദേഷ്യം വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ലഹരിക്ക്, അതായത് ഈ പറയുന്ന കുറേയധികം ഡ്രഗ്സ് ഇപ്പോൾ കേരളത്തിലും അതേപോലെ പല സ്ഥലത്തു നിന്നും കിട്ടുന്നുണ്ട്. ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളുടെ ശരീരം കളയാനാണോ? ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താ പറയാ പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഒരു ബനാന ടോക്ക് ഉണ്ട്, ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് സമ്പത്ത്. സത്യമായിട്ട് ഈ ലോകത്ത് എന്ത് നേടിയാലും ബൈബിളിലും അതേപോലെ മഹാഭാരതത്തിലും ഖുറാനിലും എല്ലാം പറയുന്നുണ്ട്, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ നിനക്ക് എന്താ ഉള്ളത്? ഈ പറയുന്ന നമ്മുടെ ആരോഗ്യം മാത്രമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. സോ അത് മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, മര്യാദക്ക് അത് കൊണ്ടുനടക്കുക.
അതൊരു സ്പോയിൽ ചെയ്യരുത്. ഒരു 5 മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ 10 മിനിറ്റോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടിയുള്ള ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഡ്രഗ്സും കുറേയധികം സിന്തറ്റിക് ഡ്രഗ്സും അങ്ങനെ കുറേയധികം കാര്യം നമ്മൾ പറയുന്നുണ്ട്. പ്ലീസ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ എന്തിനാണ് എന്തുകൊണ്ടാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. സിഗരറ്റ് വലിയും അതേപോലെ കള്ളുകൂടി എന്നീ പറഞ്ഞ കാര്യങ്ങളെ പോലെ അല്ല ഈ പറയുന്ന ഡ്രഗ്സ്. LSD, MDMA, ക്രിസ്റ്റല്, പൊടി, സ്റ്റാമ്പ്, കുറേയധികം നാച്ചുറൽ അല്ലെങ്കിൽ കുറേയധികം ഈ പറയുന്ന ലോകത്തിനുണ്ടാവുന്ന ഡ്രഗ്സിനെ എടുത്തുകൊണ്ട് അത് കുറേയധികം കെമിക്കൽ ഫോർമേഷനും കുറേയധികം കെമിക്കലായിട്ട് വേണ്ട സബ്സ്റ്റൻസും ആഡ് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കുറേയധികം ഡ്രഗുകൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. അത് പുതിയ തലമുറയെ വല്ലാണ്ട് നശിപ്പിക്കുന്നുണ്ട്. ഈ ഓരോ കാര്യം യൂസ് ചെയ്യുമ്പോൾ അമ്മ എന്താണ്, നമ്മുടെ കൂടെയുള്ള പെങ്ങൾ എന്താണ്, നമ്മുടെ അപ്പൻ എന്താണെന്നും നമ്മുടെ കൂട്ടുകാരെന്താണെന്നും നമ്മുടെ കൂടെയുള്ള പെൺകുട്ടികളായ കൂട്ടുകാരെന്താണെന്നും മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് നമ്മുടെ ഇത് പോകും. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിക്ക് ആ സമയത്ത് തിരിച്ച് കളക്ട് ചെയ്യാൻ പറ്റില്ല, റീകളക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുറച്ച് സുഖങ്ങൾ വേണ്ടാതെ തന്നെ വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ അവിടെ ചെറുതായി പോകുന്നില്ല. നമ്മളിപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എടാ നീ കുടിക്കേ, എടാ നീ വലിക്കേ എന്ന് പറയുമ്പോൾ വേണ്ട, നോ, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നതിലും ഹീറോയിസം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ല, ഒരു 4 ഗ്ലാസ് വെച്ചു, എടാ എനിക്കൊരു ഗ്ലാസ് വെച്ചോ, ഞാൻ അടിക്കാം. അത് ഹീറോയിസം അല്ല മക്കളെ, ഹീറോയിസം അല്ല. അണ്ടർസ്റ്റാൻഡ്. ഈ തന്ത വൈബ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി എന്ന് പറയുന്ന വേർഡിലേക്ക് കൂടെ കൺവേർട്ട് ചെയ്യാം നമുക്ക്. സോ തിങ്ക്. ഇവിടെ നിങ്ങളുടെ തലയിലുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്, ജസ്റ്റ് യൂസ് ഇറ്റ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. അത്രയും പേര് കൊടുക്കുമ്പോൾ എടാ വേണ്ട, അടിക്കണ്ട എന്ന് പറയുന്നത് ഹീറോയിസം തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഹീറോയിസം തന്നെയാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ എടാ അവൻ ഒഴിക്കണ്ട, അവൻ കുടിക്കണ്ട, നിങ്ങൾ നിർബന്ധിക്കണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടുകാരും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് വിട്ടും കളയരുത്. അങ്ങനെ ഇല്ല, എടാ കുടിക്ക് എന്ന് പറയുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ലീവ് ദം. കാരണം ഈ പറയുന്ന ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റക്ക് പൊരുതി നേടേണ്ട അല്ലെങ്കിൽ പൊരുതി ജീവിക്കേണ്ട ഒരു കാര്യമാണ്. സന്തോഷിക്കും മക്കളെ കൂടെ കൂടാൻ 100 പേരും 1000 പേരും ഉണ്ടാവും. എന്നാ നീ സങ്കടപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിനക്ക് വേണ്ടി കരയാൻ നിന്റെ മാതാപിതാക്കൾ മാത്രം ഉണ്ടാവുള്ളൂ. അത് നീ ഓർത്തോ. അതാണായാലും പെണ്ണായാലും. ഡ്രിങ്കിങ് ഈസ് ഓൾസോ ബാഡ്. ഞാൻ നല്ലതാണെന്ന് ഒരിക്കലും എൻകറേജ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളൊരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. എന്തിനായാലും ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ചിലപ്പോൾ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കരുതെന്ന് പറയാൻ ഞാൻ ഞാനൊരു സുഹൃത്ത് എന്ന രീതിയിൽ മാത്രം സംസാരിക്കും. ഞാൻ നിങ്ങളുടെ അച്ഛനോ ഞാൻ നിങ്ങളുടെ ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയുടെ ഉള്ളിലേക്കും കൂടെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഇറ്റ്സ് നോട്ട് ഗുഡ്. ഒക്കേഷനിൽ നിങ്ങൾ ഫാമിലി ഉള്ളിൽ പോയി നിങ്ങൾ ഒരു ഫാമിലി ഫംഗ്ഷനിൽ നിങ്ങളുടെ എല്ലാ ബന്ധുക്കാരും കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ കുടിക്കുന്ന പോലെ അല്ല. നിങ്ങൾ കുടിച്ച് ഭ്രാന്തായി അല്ലെങ്കിൽ ഒരു ബുദ്ധിയും ബോധവും ഇല്ലാതെ നിങ്ങൾ ഫ്രണ്ട്സിനോടെ പോയി നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി. പ്ലീസ്. കുറെ പിള്ളേര് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ശിവൻ കഞ്ചാവ് വലിക്കുന്നുണ്ട്, ശിവൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, ശിവൻ ബാങ്ക് വലിച്ചിട്ടുണ്ട്, ശിവൻ അങ്ങ് മറ്റേ നമ്മുടെ ഈ പറയുന്ന മലയുടെ കുന്നിന്റെ പൊക്കത്ത് പോയിട്ട് മഞ്ഞ് പർവ്വതത്തിന്റെ പൊക്കത്ത് പോയിട്ട് വലിച്ചിട്ടുണ്ട്. അടിച്ചു തന്നെ ശിവന്റെ ട്രാൻസ് ആക്കണം. നിങ്ങൾ ശിവൻ ചെയ്ത തെറ്റുകൾ മാത്രം നോക്കുക, ശിവൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും നോക്ക്. ശിവൻ എത്രയോ പേര് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അത്രയും പേര്?
ഒരാളെയും സഹായിച്ചിട്ടുണ്ടോ? സോ തെറ്റിനെ ന്യായീകരിക്കാൻ നിൽക്കാതെ നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാവാം, നിങ്ങൾക്ക് ഒരു നല്ലൊരു കുടുംബം ഉണ്ടാവാം, നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവാം. അപ്പൊ വേണ്ട എന്ന് പറയുന്നതാണെങ്കിൽ ജസ്റ്റ് സേ നോ, വേണ്ട, ഐ ഡോണ്ട് വാണ്ട്, ഐ ഡോണ്ട് നീഡ്. ബി എ ഹീറോ ബ്രോ ഓർ സിസ്, ബി എ ഹീറോ. അല്ല 4 പേര് കൂടുമ്പോ കള്ളു പിടിച്ച് അർമാദിക്കുന്നതാണ് ആണത്തം എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഗുഡ്, ഇറ്റ്സ് നോട്ട് എന്താ പറയാ, ഇറ്റ്സ് നോട്ട് വാല്യൂഡ്. അതൊരു വാല്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സഫസ്റ്റിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ അത് കഴിക്കൂ, ഞാൻ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, പറ്റില്ല എന്ന് പറയണം. എടാ നീ വലിക്കള ഒരു പഫ് എടുക്കും, ഒരു പഫില്ലേ, വേണ്ടെന്ന് പറയണം. എന്തിനാ നീ വയ്യാതെ നീ അത് പറക്കുമ്പോ അവൻ വന്ന് നിൽക്കുമോ നിനക്ക് ഉറക്കാൻ വേണ്ടി? ഇല്ലല്ലോ. അപ്പൊ നീ അനുഭവിക്കുന്ന വേദന നീ തന്നെ അനുഭവിക്കണം. സോ നീ തന്നെ ചിന്തിക്കണം. കള്ളു കുടിച്ച് വയതായി ഛർദിക്കുമ്പോ അവിടെ ഇവിടെയും കീറി പൊട്ടി പൊടിഞ്ഞു വന്ന് നിനക്ക് ഇവിടെ തൊട്ട് താഴത്ത് വരെ ഒരു കീറലും തുന്നലായിട്ട് നിനക്ക് വന്നു. ഇവിടെ മുറിച്ചു, അവിടെ മുറിച്ചു, ഇവിടെ മുറിച്ചു. എന്തു പറ്റി? ആ സമയത്ത് ഡോക്ടർമാരെയും നഴ്സുമാരെയും ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പുറകെ പോകും. നിങ്ങളുടെ സ്വന്തം സ്നേഹം, നിങ്ങളുടെ മാതാപിതാക്കള്. വെറുതെ എന്തിനാ? നീ അനുഭവിച്ചില്ല ആ സമയത്ത് വേദന. അപ്പൊ അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ. MDMA, LSD, മാജിക് മഷ്റൂം ഇപ്പോ ലീഗലാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യോ ചെയ്യാതിരിക്കോ, സൊസൈറ്റിയിൽ കുറേയധികം ആൾക്കാര് ഇതിലൊന്നും ഇടപെടാതെ കുറേയധികം ദാരുണമായ ഇൻസിഡന്റ് നടക്കുന്നുണ്ട്. അതിലൊരു ഭാഗമാവുന്നുണ്ട്. സോ അത് വേണ്ട എന്ന് പറയുന്നതിലും ഹീറോയിസം ഉണ്ട്. നമ്മുടെ മമ്മൂക്ക പറയുന്ന പോലെ തോറ്റു കൊടുക്കുന്നതിലും ഒരു ഹീറോയിസം ഉണ്ടെന്ന് മനസ്സിലായോ? ചന്തു പറയുന്ന പോലെ തോറ്റു കൊടുക്കുന്നതിലും ഒരു ഹീറോയിസം ഉണ്ട്. അതൊരു സാഹചര്യം അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇതിൻ്റെ ഉള്ളില് ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുള്ളിൽ തിരിച്ചറിയാത്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയുക, അത് ഉപയോഗിക്കുക. വേണ്ട എന്ന് പറയാ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വരുന്ന നാച്ചുറൽ ആയിട്ട് വരുന്ന സാധനമാണെങ്കിലും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എടാ ഇതടിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. മക്കളെ, ഈ കാണുന്നതല്ല ജീവിതം. ഞാൻ ഉപദേശിക്കാന്ന് കരുതല്ലേ, ഈ കാണുന്നതല്ല ജീവിതം. ഈ 20, 10, 18, 20, 25 വയസ്സിൽ നിങ്ങൾ കാണുന്ന ഈ ഡ്രഗ്സ് അല്ല നിങ്ങളുടെ ജീവിതം. ഇതിന്റെ അപ്പുറം വലിയൊരു ജീവിതം കിടപ്പുണ്ട്. വലിയൊരു ജീവിതം. നിങ്ങൾക്ക് കുടുംബം ഒരു ലഹരിയായിരിക്കും മാറും. അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഉണ്ടാകുന്ന കുറച്ച് മക്കള്, നല്ല മക്കള്, അതൊരു വികാരം, അതല്ലെങ്കിൽ അതൊരു ലഹരി. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഗ്രോത്ത് ഉണ്ടാക്കി, ആ ഒരു ബിസിനസ് നിങ്ങൾ വളരുന്നൊക്കെ നോക്കി, നിങ്ങൾ ഇരുന്ന് നോക്കി, അതൊരു ലഹരിയാണ്. നിങ്ങളെ പുച്ഛിച്ച നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരുടെ മുമ്പിൽ വളർന്ന് വലുതാവുന്നത്, അത് വളരാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, ഒരു ലഹരി തന്നെയാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ പുച്ഛിച്ചവരുടെ മുമ്പിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ഉയർത്തുന്നതും ഒരു ലഹരിയാണ്. സോ കള്ളും കഞ്ചാവും ലഹരിയും LSDയും MDMAയും സ്റ്റാമ്പും പിന്നെ മെത്തും കുറേയധികം കുത്തുന്നതും പിടിക്കുന്നതും പഠിക്കുന്നതും എല്ലാം അത് മാത്രമാണ് ലഹരി എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യരുത്. അമ്മേനെ കുത്തിക്കൊല്ലുന്ന ആൾക്കാരുണ്ട്, മക്കളെ കുത്തിക്കൊല്ലുന്നു, മക്കൾ ഉപേക്ഷിച്ച് വേറെ ആൾക്കാരോടെ പോകുന്നു. ഇതൊക്കെയാണോ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്? പക്ഷെ മനസ്സിലാക്കുക, ഇതൊന്നും അല്ല ഇതിന്റെ ലഹരി. പിന്നീട് ചെയ്ത തെറ്റുകൾ ഓർത്ത് അല്ലെങ്കിൽ ഇത് കാരണം നിങ്ങൾ ചെയ്ത് കണ്ടിട്ട് കിട്ടുന്ന ആഫ്റ്റർ എഫക്റ്റില്
അത് സഹിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും. സോ ജസ്റ്റ് സേ നോ ടു ഡ്രഗ്സ്. അത് വേണ്ട, അത്രേ ഉള്ളൂ, വേണ്ട. എനിക്കിത് പറയണമെന്ന് തോന്നി, കാരണം ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. ഇപ്പൊ പറയണത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ കുട്ടികളും മുതിർന്നവരും എൻ്റെ സമപ്രായക്കാരും എല്ലാവരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. വേണ്ട എന്ന് പറയുന്നതിലും ഹീറോയിസം ഉണ്ടെന്ന് പറയുക, മനസ്സിലാക്കുക. അറിയില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. സോ മലയാളി പോഡ്കാസ്റ്റിൻ്റെ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റിൽ കുറേയധികം പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു, മനസ്സിലാക്കി. നിങ്ങൾക്ക് കുറേയധികം പുതിയ പുതിയ ഇൻഫർമേഷൻ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതേപോലെ നമ്മുടെ പോഡ്കാസ്റ്റിൽ പല കാര്യങ്ങളും സംസാരിക്കണം, അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ ചാനലിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി ആ ഒരു വീഡിയോസും ആ ഒരു പോഡ്കാസ്റ്റും ചെയ്യുന്നതാണ്. ഈ ഒരു പോഡ്കാസ്റ്റ് എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്തെന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാണ്. ഇതേപോലെ അടിപൊളി പോഡ്കാസ്റ്റ് ഇടാണ്ട് നമ്മുടെ മലയാളി പോഡ്കാസ്റ്റിൻ്റെ ഈ പറഞ്ഞ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഈ പറഞ്ഞ പോഡ്കാസ്റ്റുകൾക്കായിട്ട് കാത്തിരിക്കുക. ഇതേപോലുള്ള അടിപൊളി പോഡ്കാസ്റ്റ് നിങ്ങളെ തേടിയെത്തും. ദിസ് ഇസ് യബിൻ സേവിയ ഫ്രം മലയാളി പോഡ്കാസ്റ്റ്.